ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് സ്വഹാബികൾ എല്ലാവരും കൂടിയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നും സ്വഹാബത്തിനോട് പഠിപ്പിക്കുന്നു. സ്വഹാബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു നന്മ ഒരാൾ ചെയ്താൽ 4 സഹായങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി. ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ കടന്നു പോകുമ്പോൾ വേദനകൾ അനുഭവിക്കുന്നവരാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ കാണുന്നവരോടും കേൾക്കുന്നവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരാണ്. അല്ലാഹുവേ പടച്ചറബ്ബേ, മനസ്സിനകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്കുമായിട്ട് കണ്ടു നടക്കുന്നവർ, അവന്റെ പ്രവാചകനോടുള്ള വലിയ ഇഷ്കുമായിട്ട് നടക്കുന്നവർ, എന്നിട്ടും പടച്ചവനെ എന്റെ ജീവിതത്തിൽ പ്രയാസമാണ് എന്ന് വിചാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കിക്കോളൂ. നിന്റെ മനസ്സിനകത്തുള്ള ചിലപ്പോൾ നിന്റെ ഈമാനും നിന്റെ കാര്യങ്ങളും അത് പൂർണ്ണമാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു തആല നിന്റെ ഈമാനിനെ അളക്കാൻ പ്രയാസങ്ങൾ തരുന്നതായിരിക്കാം. എന്റെ പ്രിയമുള്ളവരെ എന്ന് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു 4 കാര്യങ്ങൾ അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു അനുഗ്രഹത്തെ കുറിച്ചിട്ട്. ഒരു കാര്യം ചെയ്താൽ 4 കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ജീവിതത്തിനകത്ത് അല്ലാഹു തആല പൂർണ്ണമായിട്ടും തരുമെന്ന് പഠിപ്പിച്ചു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ 4 അനുഗ്രഹങ്ങൾ പറയാം. എന്നിട്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആ പതിവാക്കേണ്ട കാര്യമെന്നും കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ആദ്യം നമ്മൾ അനുഗ്രഹത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അക്ലൽതു ലഹു ഹുമുമാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാവിടുന്ന് റസൂലുള്ളാഹി പറയുന്നു, നിന്റെ ദുഃഖം അല്ലാഹു തആല കുറച്ചു തരികയാണ്, നിന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി തരികയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ നന്മ ഒരാളുടെ ജീവിതത്തിൽ നീ പകർത്തി കഴിഞ്ഞാൽ, ഈ പറയാൻ പോകുന്ന നന്മയുണ്ടല്ലോ, ഇത് നമ്മുടെ ജീവിതത്തിൽ അങ്ങ് പകർത്തി കഴിഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സിനകത്ത് അല്ലാഹു തആല ദുഃഖം തരുന്നില്ല. നിന്റെ പ്രയാസത്തെ പടച്ചു തമ്പുരാൻ എടുത്തു കളയുമെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ബിസിനസ് തകർന്നുകൊണ്ട് നമ്മൾ വല്ലാത്ത പ്രയാസത്തിലാണ്, കടങ്ങളെ കൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ്, രോഗങ്ങളെ കൊണ്ട് വല്ലാത്ത വേദനയിലാണ്. എന്ത് തന്നെ നിന്റെ മുമ്പിലേക്ക് പ്രയാസങ്ങൾ കടന്നു വന്നാലും നിന്റെ ഹൃദയത്തിനകത്തുള്ള ദുഃഖമുണ്ടല്ലോ, ആ ദുഃഖം അല്ലാഹു തആല എടുത്തു കളയുമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിലോ നിന്റെ പ്രയാസങ്ങൾ അവിടുന്ന് പാടെ അല്ലാഹു തആല എടുത്തു കളയും. അല്ലെങ്കിൽ നിനക്ക് പടച്ചു തമ്പുരാനെ തന്റെ ഹൃദയം കൊണ്ട് ചേർത്ത് വെക്കാൻ എന്റെ പ്രിയമുള്ളവരെ കഴിയുകയാണ്. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു എന്ന് പറയുന്ന ഏറ്റവും വലിയ സന്തോഷം കടന്നു വരുമ്പോ പിന്നെ നിനക്ക് വേദനകളില്ലല്ലോ, പിന്നെ നിനക്ക് പ്രയാസമില്ലല്ലോ, പിന്നെ നിനക്ക് സങ്കടങ്ങളില്ലല്ലോ. പടച്ചറബ്ബേ, നിന്റെ മുമ്പിലൂടെ വരുന്ന നിന്റെ കൂരമ്പുകളെ പോലെ നിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന അല്ലാഹുവേ, ശത്രുവിന്റെ അമ്പ് തന്റെ നേരത്തേക്ക് കടന്നു വരുന്നത് പോലെ പാറി വന്ന നിന്റെ ഓരോ ശത്രുക്കളും നിന്റെ വേദനകളും നിന്റെ പ്രയാസങ്ങളും അതാ നീ പടച്ചവനെ നിസാരമായിട്ട് കാണുകയാണല്ലോ, അവിടുന്ന് നിസാരമായിട്ട് കാണുകയാണല്ലോ. നിനക്കതൊരു പ്രശ്നമല്ലാതെ ആകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അനുഗ്രഹം എന്താ അല്ലാഹു നൽകുന്നത്? നിന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ദുഃഖം തരുന്നതല്ല, ദുഃഖങ്ങൾ കുറക്കും. എത്ര വലിയ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും ആ പ്രയാസങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. മനസ്സിനകത്ത് അത് സാരല്ല, ഈ രൂപത്തിൽ നമ്മൾ ആയി മാറുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കടണ്ടോ? അല്ലാഹു തആല കടം വീട്ടാനുള്ള മാർഗം നിന്റെ മുമ്പിൽ അല്ലാഹു
അല്ലാഹു തആല തരും. രോഗമുണ്ടോ? രോഗത്തിൽ നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവ് തരും, അല്ലെങ്കിൽ പടച്ചവൻ എടുത്തിട്ട് കളയും. മനസ്സിലായോ? ഇങ്ങനെ അല്ലാഹു തആല ഓരോ അനുസരിച്ച് നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കാൻ. ഇന്ന് പല ആളുകളും പടച്ചവനെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിൽ പടലങ്ങയാണ്. മക്കളുടെ കല്യാണത്തിന്റെ പേരിലാണ് അവിടെ ഒരുപാട് ആഡംബരങ്ങൾ കാട്ടിയിട്ടും മക്കളെ കെട്ടിച്ചുവിടുന്നതിന്റെ ഓരോ പ്രയാസങ്ങളിലുമൊക്കെ ആയിട്ട് അവിടുന്ന് കടത്തിൽപ്പെട്ടു പോകാറുണ്ട് അല്ലെ? പഴയ കാലത്തൊക്കെ ഒരുപാട് സ്ത്രീധനം ചോദിച്ചിരുന്ന ചെക്കന്മാര്. ഇന്ന് പിന്നെ സ്ത്രീധനല്ല, സ്ത്രീ തന്നെയല്ലേ ധനം. അതിന്റെ അപ്പുറം വേറെന്താ ധനം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിന്റെ പുറമെ ഒരു സ്ത്രീധനം ചോദിച്ചിട്ട് വരിക. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്തായാലും അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ അതൊക്കെ എടുത്തു പോയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല വിഷമങ്ങൾ തരൂല എന്നതാ അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പല ആളുകളും ഏറ്റവും കൂടുതൽ കടത്തിൽപ്പെട്ടു പോകുന്നത്, പ്രയാസപ്പെടുന്നത്, ടെൻഷൻ അനുഭവിക്കുന്ന തന്റെ മക്കളുടെ കാര്യത്തിലാണ്. ആരുടെ കാര്യത്തിലാണ്? മക്കളുടെ കാര്യത്തിൽ അല്ലെ? മക്കളെ കെട്ടിച്ചു വിടുന്നതിന്റെയും മറ്റു കാര്യത്തിലാണ്. മക്കളെ കെട്ടിച്ച് വിടുന്ന കാര്യത്തിൽ മാത്രമല്ല, മക്കൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഭർത്താവിന്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഇന്ന് പല ഉമ്മമാർക്കും ടെൻഷനാണ്. എന്റെ പ്രിയമുള്ളവരെ, മക്കള് പല ആളുകളും ഇന്ന് കെട്ടിച്ചു വിട്ട വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോ നിക്കാഹ് കഴിഞ്ഞാൽ അന്ന് മുതൽ എന്റെ പ്രിയമുള്ളവരെ ചെവിയിൽ നമ്മൾ ഓതി കൊടുക്കുന്ന വാർത്ത എന്താ? മോളെ, നീ അങ്ങോട്ട് പോകുമ്പോ ആരാന്റെ വീട്ടിൽ പോകേണ്ട പെണ്ണാണ്, സൂക്ഷിക്കണം കേട്ടോ. നിനക്ക് പരിചയമില്ലാത്ത വീടാണ്, സൂക്ഷിക്കണം കേട്ടോ. ഭർത്താവ് എന്ന് പറയുന്ന നടക്കുന്ന ആരെന്ന് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഭർത്താവിന്റെ ഉമ്മ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഇങ്ങനെ പല ഉമ്മമാരും ഇങ്ങനെ ഓതി കൊടുക്കും. പിന്നെ ഈ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാ പിന്നെ മനസ്സിലാക്കുന്ന എന്താ? ഓ, എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഭർത്താവിന്റെ ഉപ്പാനെ ശ്രദ്ധിക്കാനല്ലേ. പിന്നെ മൂപ്പര് നോക്കുന്നോർത്തും സംശയം, ഉമ്മാനെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. പിന്നെ അവിടെയും സംശയം, ഭർത്താവിന്റെ ബന്ധപ്പെട്ടവർക്ക് ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതല്ലേ. അച്ഛനെ സൂക്ഷിക്കുക. അവസാനം എന്റെ പ്രിയമുള്ളവരെ, എല്ലാത്തിലും സംശയം. 2 ദിവസം കഴിഞ്ഞാൽ സംശയം കൊണ്ട് നിന്റെ മകൾ നിന്റെ വീട്ടിൽ തന്നെ എത്തണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നേരെ മറിച്ച് നിന്റെ പൊന്നു മകൾക്ക് നീ അത് നിന്റെ ഉമ്മയാണ്, നിനക്കിനി 2 ഉമ്മ വരികയാണ്, നിനക്കിനി 2 വാപ്പ വരികയാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു കൊടുത്താൽ മോളെ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാം ആനട്ടോ എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, എന്റെ പ്രിയമുള്ളവരെ, അവിടെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. അവർ ഭർത്താവിനെ സ്നേഹിക്കും, ഭർത്താവിന്റെ ഉമ്മാനെ സ്നേഹിക്കും, ഭർത്താവിന്റെ മറ്റു ബന്ധപ്പെട്ടവരെ സ്നേഹിക്കും. ഈ ഒരു സ്നേഹം അവിടെ നിലനിൽക്കും. കുടുംബ ജീവിതത്തിൽ പിന്നെ സന്തോഷത്തിന് വേറെ അങ്ങോട്ട് പോകണം. കുടുംബജീവിതത്തിൽ പെണ്ണാണ് ഏറ്റവും കൂടുതൽ അവിടുന്ന് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നതെങ്കിൽ ആണ് എത്ര വലിയ പുലിയായിട്ടും കാര്യമില്ല, ആ കുടുംബം നന്നാവും. ഇനി ആണ് എത്ര വലിയ നിഷ്കളങ്കനായിട്ടും കാര്യമില്ല, പെണ്ണ് അവിടുന്ന് വല്ലാതെ അവിടുന്ന് ചെറു കാണിച്ചാൽ ആ കുടുംബം തകരും. മനസ്സിലായോ? എന്റെ പ്രിയമുള്ളവരെ, അതാ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ കെട്ടിച്ചുവിടുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവിടുത്തെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഫാത്തിമ, നീ അല്ലാഹുവിന്റെ മുമ്പിലേക്ക്, നീ അല്ലാഹുവേ ഏത് സമയത്താണ് നിന്റെ കരങ്ങൾ ഉയർത്തുന്നത്, ആ സമയത്തെല്ലാം നീ പ്രാർത്ഥിക്കണം കേട്ടോ. അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി ദംബി വവസ്സിഅനി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖതനി എന്ന് നീ എപ്പോഴും ദുആ ചെയ്യണം. നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്ക് സമാധാനം ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്,
അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, മോളെ ഫാത്തിമ, മക്കയിലുള്ള ഒരുപാട് സുന്ദരന്മാരായ സമ്പന്നന്മാരായ മദീനയിലെ ഒരുപാട് ആളുകൾ പടച്ചവനെ നിങ്ങളെ വിവാഹം അന്വേഷിച്ചിട്ടുണ്ടല്ലോ ഫാത്തിമ. അറേബ്യൻ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വിവാഹം അന്വേഷിച്ചിട്ടുണ്ടല്ലോ പടച്ചവനെ, എന്നിട്ട് പോലും എന്തേ സമ്മതിക്കാതെ എന്റെ കൂടെ പോന്നു? ഒന്നുമില്ലാത്ത അലിയാണ് ഞാൻ, ഒന്നുമില്ലാത്ത അലിയാണ് ഞാൻ. എന്റെ കൂടെ പോന്നിട്ട് എത്രയോ ദിവസങ്ങൾ നീ പട്ടിണി കിടന്നിട്ടുണ്ടല്ലോ. എത്ര ദിവസം നീ പട്ടിണി കിടന്നിട്ടുണ്ട്, എത്രയോ ദിവസങ്ങൾ നീ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഫാത്തിമ. ഈ പ്രയാസങ്ങളും വേദനകളും എല്ലാം സഹിച്ചിട്ട് പോലും എന്തേ നിന്റെ മനസ്സിനകത്തൊരു വിഷമമില്ലാത്തത്? എന്തേ നിന്റെ മുഖം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്? പടച്ചവനെ, ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോ വാതിലിന്റെ മുമ്പിൽ നീ എന്നെ കാത്തുകൊണ്ട് നിൽക്കുകയാണല്ലോ ഫാത്തിമ. എന്താണതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ കുടുംബ ജീവിതത്തിനകത്ത് സന്തോഷവും സമാധാനവും ലഭിക്കാൻ അതാവിടുന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുഖ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് അലിയേ എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഗഫിർലി ദംബി വവസ്സിഅലി ഫീ ദാരി വബാരിക് ലി ഫീമാ റസഖ്തനി. ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ മുത്തുനബി എന്റെ പിതാവിനെ പഠിപ്പിച്ചതാണ്. എന്റെ പിതാവിനെ പഠിപ്പിച്ചതാണ്. ഇത് ഞാൻ ഒരിക്കലും തന്നെ നിർത്തിയിട്ടില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. മനസ്സിലായോ? ഇങ്ങനത്തെ ദ്വയൊക്കെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചൊരുക്കുകയും ഒരിക്കലും നമ്മുടെ കുട്ടികൾ പിന്നെ പ്രയാസപ്പെടൂല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നല്ല മക്കൾ അല്ലാഹു തആല നമ്മുടെ മക്കളെ പെടുത്തട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഈ പ്രാർത്ഥന അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ പതിവാക്കണം. നിന്റെ കുടുംബ ജീവിതത്തിൽ പിന്നെ അല്ലാഹു തആല പ്രയാസങ്ങൾ തരില്ല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കോ. ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്, നിന്റെ എല്ലാ വിഷമങ്ങളും നിന്റെ ദുഃഖങ്ങൾക്ക് അല്ലാഹു തആല കുറവ് തരുമെന്ന് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അവിടുന്ന് റസൂലുള്ളാഹി പറയാണ്, വജമഅതു ലഹു ലൈഅതുഹു. നിനക്കൊരുപാട് നഷ്ടപ്പെട്ട ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പടച്ചവനെ, ഒരു കാര്യം എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ അത് അല്ലാഹു തആല നിനക്ക് തിരിച്ചു തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെട്ട സംഭവങ്ങൾ ചിലപ്പോൾ അത് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്, ചിലപ്പോൾ അതിനേക്കാളും ഹൈറായതായിരിക്കും ലഭിക്കുന്നത്. അല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, വിലപിടിപ്പുള്ളതാണ് നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും അല്ലാഹു തആല തിരിച്ചു തരുന്നതെന്ന് അതാവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. പഠിച്ചവനെ, മക്കള് മരിച്ചവരുണ്ടല്ലോ, നാളെ പടച്ച റബ്ബേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മൾ ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾ സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുമ്പിൽ കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ പഠിപ്പിക്കുക. അത് വലിയ അനുഗ്രഹമല്ലേ? അതിന്റെ അപ്പുറം വലിയ അനുഗ്രഹം എന്താ നിനക്കെന്താ? അല്ലാഹു തആല ഒരുപാട് മക്കൾ മരിച്ച മാതാപിതാക്കളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ മരിച്ചവർ അല്ലേ? അല്ലാഹു തആല നന്മ കൊടുക്കട്ടെ. സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ എൻ്റെ വാപ്പയാണ് എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗ്യം അല്ലാഹു തആല കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, മക്കൾ മരിച്ചാലുള്ള വിഷമം വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ? ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദ് ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തുമ്പോഴൊക്കെ ആ വാക്കുകളിലൊക്കെ തന്റെ മുസ്താഖ് അഹമ്മദ് എന്ന് പറയുന്ന പൊന്നുമോനോട് പരാമർശിക്കാറുണ്ട് അല്ലെ? അവിടുത്തെ സ്നേഹസാഗരത്തിന്റെ ഒക്കെ ആ തുടക്കം, അതിന്റെ ഒക്കെ ചിന്തകൾ കടന്നു വരുന്ന തന്റെ മോന് വേണ്ടിയിട്ടാണ് സങ്കടത്തോടെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മകൻ മരിച്ച വാപ്പാന്റെ സങ്കടങ്ങളാണ് എപ്പോഴും ആ മകന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്ന മജ്‌ലിസുകളാണ് ഉള്ളത്. ആ മകന് വേണ്ടിയിട്ട് നന്മകൾ പറയുന്ന മജ്‌ലിസുകളാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് അല്ലെ? എത്ര മജ്‌ലിസാണെന്നുണ്ടെങ്കിലും തന്റെ മകനെ കുറിച്ച് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒന്നും പറയാതെ ഒരു പ്രസംഗം ഉസ്താദിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല, കണ്ടിട്ടില്ല. അതെന്താണ്? തന്റെ മക്കളോട്, തന്റെ മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയാണ്. അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ചിട്ട് കണ്ടുമുട്ടാൻ അല്ലാഹു തആല അവർക്ക് തൗഫീഖ് കൊടുക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ളവർ, അതാ പറഞ്ഞത്, മക്കളങ്ങ് മരണപ്പെട്ടാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്ത വേദനയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അത് നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നല്ല സ്വാലിഹീങ്ങളായ മക്കൾ അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നമുക്ക് അല്ലാഹു തആല നഷ്ടപ്പെടുത്തിയത് ചിലപ്പോൾ അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഖൈറായ നന്മയായിട്ട് അല്ലാഹു തആല മറ്റൊന്ന് നിന്റെ മുമ്പിലേക്ക് തരുമെന്ന് അതാവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? വനസഅതുൽ ഫഖറ മിൻ ഖൽബി. നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു തആല ദാരിദ്ര്യത്തെ എടുത്തു കളയുമെന്ന് അതാവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിനകത്ത് പിന്നെ ദാരിദ്ര്യമില്ല. അതാ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഹൃദയത്തിനകത്ത് നിന്ന് ദാരിദ്ര്യം അല്ലാഹു തആല എടുത്തു കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുക. എന്താ ഹൃദയത്തിനകത്തുള്ള ദാരിദ്ര്യം? എന്താ ഹൃദയത്തിനകത്തുള്ള ദാരിദ്ര്യം? അല്ലാഹുവേ, നമുക്ക് വല്ലാത്ത വേദന വന്നു, പ്രയാസം വന്നു, സങ്കടങ്ങൾ വന്നു. പടച്ചവനെ, ഹൃദയത്തിനകത്ത് ടെൻഷനാണ്. അതെടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. അത് ആ ഒരു ചിന്തയും ആ ഒരു കാര്യം പിന്നെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, എന്റെ പ്രിയമുള്ളവരെ, എത്രയോ ദിവസമാണ് പട്ടിണി കിടന്നിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ ദിവസമാണ് പട്ടിണി കിടന്നിട്ടുള്ളത്. അല്ലാഹ് ഭക്ഷണം കഴിക്കാനില്ലാതെ തന്റെ മുലപ്പാൽ വരെ അവിടുന്ന് വറ്റിപ്പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. രണ്ടുപേരും ഇങ്ങനെ കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരച്ചിൽ കേട്ടുകൊണ്ട് ചോദിക്കുന്നു, ഫാത്തിമ, എന്തിനാണ് മക്കൾ കരയുന്നത്? ഫാത്തിമ, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുമോ? ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു. വീണ്ടും കുറച്ചു നോക്കുമ്പോ പിന്നെയും മക്കൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ വീണ്ടും ചോദിച്ചു, ഫാത്തിമ, എന്താണ് അവിടെ? അതാ വീണ്ടും മക്കൾ കരയുമ്പോൾ റസൂലുള്ളാഹിക്ക് ചെറിയൊരു ദേഷ്യം പോലെ വന്നു. ഉള്ളിലേക്ക് അവിടുന്ന് കടന്നു ചെന്നിട്ട് നോക്കുകയാണ്. പടച്ച റബ്ബേ, തന്റെ പിതാവെന്ന് കുറച്ച് ശൗര്യത്തോടു കൂടി ചോദിക്കുന്നു ഫാത്തിമ ബീവിയോട്, ഫാത്തിമ, നിനക്ക് എന്ത് പറ്റി?
നിന്റെ മക്കളെ നീ എന്തിനാണ് ഇങ്ങനെ കരയിപ്പിക്കുന്നത്, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയെ അവർക്ക് വിശന്നിട്ടാണ് കരയുന്നത്, എനിക്ക് മുലപ്പാലില്ല നബിയെ, എന്റെ മുലയിലൂടെ രക്തമാണ് കടന്നു വരുന്നത് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് പടച്ചവനെ ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. ഉമ്മ ഇതെങ്ങനെ സംഭവിച്ചതാണെന്നറിയോ? പട്ടിണി കിടന്നിട്ടാണ് ഒരു നേരത്തെ ഭക്ഷണം പോലും പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിനകത്ത് കഴിക്കാനുണ്ടായിട്ടില്ല, റസൂലുള്ളാഹിന്റെ പൊന്നുപോലെ വീട്ടിൽ കഴിക്കാനുണ്ടായിട്ടില്ല. ഹുദൈബിയ സന്ധി കടന്നു വന്നപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, മലഞ്ചെരുവിൽ പച്ചില ഭക്ഷിച്ചുകൊണ്ടല്ലേ ജീവിച്ചിട്ടുള്ളത്, റസൂലുള്ളാഹിയും കുടുംബവും അവിടെ നിന്ന് പ്രയാസപ്പെട്ടിട്ടുണ്ടല്ലോ. ആ വേദനകളും ആ പ്രയാസങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നിട്ടുണ്ടോ? എന്നിട്ടും അവരുടെ ജീവിതത്തിനകത്ത് എന്റെ പ്രിയമുള്ളവർ അള്ളാഹിനോട് പരാതി പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഹൃദയത്തിനകത്ത് ദാരിദ്ര്യമില്ല. ആ ഹൃദയത്തിനകത്ത് ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് പഠിച്ചവനെ എനിക്കില്ല അള്ളാഹ്, ഞാൻ ആകെ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് കൂടി ഇങ്ങനെ നമ്മൾ നടക്കാം. മനസ്സിലായെങ്കിൽ അല്ലാഹു തആല നന്മക്ക് തൗഫീഖ് നൽകട്ടെ. നന്മ പറയാനും നന്മ ചിന്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ദാരിദ്ര്യം ഹൃദയത്തിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പ്രയാസപ്പെടും, നമുക്കൊന്നും കിട്ടൂല. ആൾക്കാർക്കിടയിൽ നമ്മൾ ഒന്നുമില്ലാത്തവനായി, ഒന്നിനും കഴിയാത്തവനായി ഇങ്ങനെ നമ്മളെ മുദ്രകുത്തപ്പെടും. മറിച്ച് നമ്മളത് ഉള്ളിൽ ഒതുക്കിയിട്ട് അള്ളാന്റെ മുമ്പിൽ നമ്മുടെ ദാരിദ്ര്യത്തെ വെളിവാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയം അള്ളാഹ് തന്നെ മറ്റുള്ളവരിലൂടെ നമ്മളെ സഹായിക്കും. മനസ്സിലായ? മറ്റുള്ളവരിലൂടെ നമ്മളെ സഹായിക്കും. അള്ളാഹു നന്മ നൽകട്ടെ, അള്ളാഹു തആല നന്മ നൽകട്ടെ. എല്ലാ പ്രയാസത്തിലും ക്ഷമിക്കാനും എല്ലാ പ്രയാസത്തിലും അവിടെ നിന്ന് അള്ളാഹുവിനെ കണ്ടെത്താനും എന്റെ പ്രിയമുള്ളവരെ കഴിയണം. അള്ളാഹു നമുക്ക് രോഗം തരുന്നതിനാ, പടച്ചോനെ കാണാനാണ്. നമുക്ക് കടങ്ങൾ തരുന്നതിനാ, അള്ളാഹിനെ കാണാനാണ്. മനസ്സിലായോ? റബ്ബിനെ അതിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയണേ. അപ്പൊ നമ്മളിങ്ങനെ നോക്കൊണ്ടു പ്രയാസങ്ങൾ ഇങ്ങനെ വരുമ്പോ നമ്മള് ഹൃദയം ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു തആല നൽകട്ടെ. ദുനിയാവിൽ ഇനി പ്രയാസം സംഭവിച്ചാലും നാളെ പടച്ചവന്റെ മുമ്പിൽ പ്രയാസപ്പെടുന്ന അവസ്ഥ ഈ ദുനിയാവ് തന്നെ പ്രയാസങ്ങൾ എനിക്കും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയും. അള്ളാന്റെ മുമ്പിലുള്ള പ്രയാസം അള്ളാഹുവെ പടച്ചവനെ അവിടേക്ക് നീ ഞങ്ങളെ വിജയിപ്പിക്കണേ റബ്ബേ. ഒരു ലോക വിജയികൾ അള്ളാഹുവെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. എന്റെ പ്രിയമുള്ളവരെ, 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ദുഃഖങ്ങൾ കുറക്കും. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ദുഃഖങ്ങൾ കുറക്കും. രണ്ടാമത്തത്, നിനക്ക് നഷ്ടപ്പെട്ടത് നിനക്ക് തിരിച്ചു കിട്ടും. മൂന്നാമത്തത്, ഹൃദയത്തിൽ നിന്നുള്ള ദാരിദ്ര്യത്തെ അല്ലാഹു തആല എടുത്തു കളയും. നാലാമത്തെ കാര്യം അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വജഅൽതുൽ ഗിനാ ബൈന യദൈ. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു, നിന്റെ മുമ്പിൽ സമ്പത്തിന് എങ്ങനെ അല്ലാഹു തആല ഇട്ടു വരുന്നതാണ്. എന്താ പ്രയാസം? സമ്പത്തില്ല. നിനക്ക് അല്ലാഹു തആല നിന്റെ മുമ്പിലേക്ക് പല വഴികളിലൂടെ അല്ലാഹു തആല സമ്പത്തിനെ എത്തിച്ചു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. പടച്ച റബ്ബേ, ഇന്ന് പല ആളുകളുടെയും പ്രയാസങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടമാണല്ലോ. അല്ലാഹുവേ, പണമില്ല എന്നുള്ള വിഷമങ്ങളാണ്. അല്ലാഹുവേ, കുറച്ച് സമ്പത്ത് അല്ലാഹ് നീ എന്റെ കയ്യിനകത്തേക്ക് തന്നിരുന്നെങ്കിൽ അല്ലാഹുവേ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ എന്നവിടെ നിന്ന് സങ്കടത്തോടു കൂടി അല്ലാഹ് മനസ്സിനകത്ത് വിചാരിക്കുന്നവരാണ്. പക്ഷേ പണമില്ലല്ലോ, എന്താണ് ചെയ്യുക എന്ന് ആലോചിക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഈ പഠിപ്പിച്ച കാര്യം നിങ്ങൾ അങ്ങ് ചെയ്താൽ
നിന്റെ മുമ്പിനകത്തേക്ക് അല്ലാഹു തആല ഇതാ ഒരുപാട് സമ്പത്ത് അല്ലാഹു തആല നൽകുകയാണ്, ഒരുപാട് ആനന്ദങ്ങൾ അല്ലാഹു തആല നൽകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ഹൃദയത്തിനകത്തുള്ള ദുഃഖങ്ങൾ കുറയണോ? നിനക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നിനക്ക് അല്ലാഹു തആല തിരിച്ചു തരണോ? നിന്റെ ജീവിതത്തിനകത്ത് ഹൃദയത്തിനകത്തുള്ള ദാരിദ്ര്യത്തെ അവിടുന്ന് എടുത്തു കളയണോ? നിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല ആനന്ദമായി സന്തോഷമായി ഹലാലായ വഴികളിലൂടെ നിനക്ക് അല്ലാഹു തആല സമ്പത്ത് തരണോ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഇത് നമുക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? മൻ ആസറ ഹവായ അലാ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വന്തം ഇഷ്ടത്തെക്കാൾ എന്റെ സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. അവിടത്തേക്ക് നമ്മൾ ചേർത്ത് വെക്കേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ചെയ്തു വീട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ചെയ്തു വീട്ടിയാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്യേണ്ടത്? മൻ ആസറ ഹവായ അലാ ഹവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നീ അറിയ, പടച്ച തമ്പുരാനെ നീ അറിയ, അല്ലാഹുക്ക് നീ നന്മ കൊടുക്ക്. അല്ലാഹുവേ പടച്ച റബ്ബേ, നമസ്കാരത്തിന്റെ സമയം കടന്നു വന്നു, ളുഹർ കഴിഞ്ഞു, അസ്റിന്റെ സമയത്തിലേക്ക് നമ്മൾ കടന്നു പോകും. ഈ അസ്റിന്റെ സമയത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ അസ്ർ ബാങ്ക് വിളിച്ചു. നിനക്ക് എന്തോ ഒരു അർജന്റായിട്ട് ഒരു സംഭവം കടന്നു വന്നു, അർജന്റായിട്ട് സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ അർജന്റായിട്ട് കാര്യം ചെയ്യാൻ, അതവിടെ മാറ്റി വെച്ചിട്ട് നീ നമസ്കാരത്തിലേക്ക് വാ. ഇതാണ് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പുറം അല്ലാഹുവിനെ നീ അറിയെന്ന് പറയുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? സ്വന്തം ഇഷ്ടത്തെക്കാൾ അല്ലാഹുവിന്റെ ഇഷ്ടത്തെ അവിടെ നിന്ന് മുന്നോട്ട് വെക്ക്. അപ്പ അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും തരുന്ന കാര്യമാണ് ഈ പറയപ്പെട്ടത്. വെറുതെ തരുമോ? വെറുതെ അല്ലാഹു തആല തരുമോ? തരുന്ന് വിചാരിക്കേണ്ട. പടച്ചോൻ തരൂല, പടച്ചവൻ തരൂല എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ തരും, ചിലപ്പോ തരും 8 നിലയിൽ അത് പൊട്ടി തായോട്ട് പോരും ചെയ്യും. മനസ്സിലായോ? നമ്മൾ അല്ലാഹുവിനെ അറിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് മനസ്സിനകത്ത് എന്റെ റബ്ബുണ്ട്, എനിക്കുണ്ട്, എന്റെ കൂടെയുണ്ട് എന്ന് ചിന്തിക്കുക. അല്ലാഹ് നിന്റെ കൂടെ കൂടും. മനസ്സിലായോ? അല്ലാഹ് നിന്റെ കൂടെ, അല്ലാഹ് നിന്നെ കൈവിടൂല. അല്ലാഹുവേ പടച്ചോനെ, എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റിത്തരണേ. നമസ്കാരത്തിന്റെ സമയമായി. ആ സമയത്താണ് നമ്മുടെ കൂട്ടുകാരൻ വന്നു, എടാ ഓനെ കൂട്ടിയിട്ട് നമസ്കരിക്കുക. മനസ്സിലായോ? നമ്മൾ അവരോട് അങ്ങനെ വർത്താനം പറയും. മഗ്‌രിബും കഴിഞ്ഞ് ഇശായും കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ നിസ്കാരം കള്ളാ പെട്ടില്ലേ അല്ലേ? നമുക്ക് നിസ്കരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒപ്പം നിന്റെ വീട്ടിനകത്ത് അല്ലെങ്കിൽ പള്ളി പോയിട്ട് നിസ്കരിക്കുക. മനസ്സിലായോ നിങ്ങൾക്ക്? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, തന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ച മഹാനാണ്. സ്വന്തം ഇഷ്ടത്തിനപ്പുറം എന്റെ പ്രിയമുള്ളവരെ എനിക്കെന്റെ അല്ലാഹ് മതി എന്ന് കരഞ്ഞിട്ട് കടന്നു വന്ന മഹാനാണ്. അതേപോലെ തന്നെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, അറേബ്യയുടെ മണ്ണില് മിസ്അബിന്റെ ഉമ്മ വല്ലാത്ത സമ്പന്നയായിരുന്നു. ഒരുപാട് അധികാരങ്ങളുണ്ട്, ഒരുപാട് പവറുകളുണ്ട്, ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളുമായിട്ട് പടച്ചറബേ അന്ന് അറേബ്യൻ സമൂഹത്തില് ഏറ്റവും വലിയ പണക്കാരിയായിരുന്ന മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ. പടച്ചറബേ, മിസ്അബ് തങ്ങൾക്ക് സ്വർണം കൊണ്ട് നെയ്തിരുന്ന വസ്ത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. മിസ്അബ് തങ്ങളുടെ കൂടെയുണ്ടല്ലോ. മിസ്അബ് തങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, തന്നെ നോക്കാൻ, തന്നെ പരിചരിക്കാൻ ഒരുപാട് ആളുകൾ മിസ്അബ് തങ്ങളുടെ കൂടെ തന്റെ ഉമ്മ നിർത്തിയിരുന്നു. പടച്ചവനെ, കുതിരപ്പുറത്ത് മിസ്അബ് തങ്ങൾ വരുന്നത് കാണാൻ അറേബ്യൻ സമൂഹത്തിലെ പെണ്ണുങ്ങൾ മുഴുവനും എന്റെ
എന്റെ പ്രിയമുള്ളവരെ കാത്തിരിക്കുമായിരുന്നു. അത്രത്തോളം സൗന്ദര്യമായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, ഒരിക്കലതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചു, അല്ലാഹനെ കുറിച്ച് മനസ്സിലാക്കി, ദീനിനെ കുറിച്ച് മനസ്സിലാക്കി. പടച്ച റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ ആവേശമുണ്ടല്ലോ, അതാ തന്റെ ഹൃദയത്തേക്ക് കയറി വരികയാണ്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന വിവരമതാ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ അറിയുമ്പോ ഇസ്ലാം എന്ന് കേട്ടാ കലിയളകുന്നവരായിരുന്നു മിസ്അബിന്റെ ഉമ്മ. വല്ലാത്ത ദേശമായിരുന്നല്ലോ. അവിടുന്ന് തന്റെ വേലക്കാരോട് പറയുന്നു, മിസ്അബിനെ നിങ്ങളൊന്ന് ഉപദേശിക്ക, നിങ്ങളൊന്ന് ഉപദേശിക്ക. പഠിച്ചവനെ തന്റെ ഉമ്മ ഉപദേശിക്കുന്നുണ്ട്, തന്റെ വേലക്കാരും മുഴുവനും അവിടുന്ന് ഉപദേശിക്കുന്നുണ്ട്. ഒരുപാട് പറഞ്ഞിട്ടും മാറ്റങ്ങൾ വരാത്ത മിസ്അബ് തങ്ങളേതാ പഠിച്ചവനെ തന്റെ ഉമ്മയതാ തന്റെ റൂമിനകത്ത് പഠിച്ചവനെ പൂട്ടിയിടുകയാണ്. ഭക്ഷണം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. വല്ലാതെ തന്റെ പാറാവുകാരെ വിട്ടിട്ട് അവിടെ നിന്ന് അടിപ്പിക്കുകയാണ്, വല്ലാതെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് പറയുന്ന മുഹമ്മദിന്റെ മതത്തിലേക്ക് നീ പോകരുത് എന്ന് പറയുകയാണ്. തന്റെ ഉമ്മയതാ കടന്നു വന്നുകൊണ്ട് പറയുന്നു, മിസ്അബേ, ഇന്ന് ഈ അറേബ്യൻ മണ്ണില് എനിക്ക് ഇത് സാധിക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല. നിനക്ക് അധികാരം തരാം, സമ്പത്ത് തരാം, നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ഇവിടെ നിന്ന് പറയുമ്പോ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുടെ മുമ്പില് അല്ലാഹുവേ പടച്ചവനെ മിസ്അബ് തങ്ങളതാ അവിടുന്ന് ആജബത്തോടു കൂടി ആവേശത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾ എനിക്ക് എന്ത് തന്നിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീൻ ണ്ടല്ലോ, അത് വിട്ടുകൊണ്ട് കടന്നു വരാൻ എന്നെ കിട്ടൂല. ഞാൻ ഒരിക്കലും തിരിച്ചു വരുന്നതല്ലെന്ന് തന്റെ ഉമ്മാടെ കയ്യെ പിടിച്ചിട്ട് പറയുമ്പോ പഠിച്ചവനെ തന്റെ വീട്ടിനകത്ത് നിന്ന് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ ആട്ടിവിടുകയാ. പഠിച്ച റബ്ബേ, ഒരുപാട് സുഖ സൗകര്യങ്ങളിലൂടെ കടന്നുപോയ മഹാനാണ് മിസ്അബ്. അല്ലാഹു തന്റെ ഹൃദയത്തോട്ട് കടന്നു വന്നു, റസൂലുള്ളാഹി തന്റെ ഹൃദയത്തോട് കടന്നു വന്നു. പിന്നെ ദുനിയാവിന്റെ തൊലിക്കമുകളിലുള്ള ആഡംബരങ്ങളും ആവേശങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞിട്ട് മുത്തുനബിയുടെ കൂടെ നിന്ന മഹാനാണ് മിസ്അബ്. പഠിച്ച റബ്ബേ, ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും തന്റെ ഉമ്മയെ അവിടുന്ന് അധികാരം പറഞ്ഞപ്പോ തന്റെ ഉമ്മാന്റെ മുമ്പിലേക്ക് പഠിച്ചവനെ ഊരിയിട്ട് വലിച്ചെറിഞ്ഞു. മഹാനായ മിസ്അബ് തങ്ങള് അവസാനം ഔറത്ത് മറക്കുന്ന ഒരു വസ്ത്രവുമായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. പഠിച്ച റബ്ബേ, ഒരുപാട് സ്ഥലങ്ങളിൽ കീറിപ്പറിഞ്ഞ വസ്ത്രവുമായിട്ട് ഒരിക്കലും റസൂലുള്ളാഹി മിസ്അബ് തങ്ങളെ കാണുമ്പോ റസൂലുള്ളാഹി ഇരുന്നിട്ട് കരയുകയാണ്, റസൂലുള്ളാഹി ഇരുന്നിട്ട് കരയുകയാണ്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന, നബിയേ, എന്തിനാ കരയുന്നത് നബിയേ, എന്തിനാ കരയുന്നത് നബിയേ? അവിടെ നിന്നതാ പറയുന്ന മിസ്അബേ, നിന്റെ ആദ്യകാലം ഓർത്തിട്ട് കരഞ്ഞു പോയതാണ് മിസ്അബേ. എത്ര വലിയ സമ്പന്നനായിരുന്നു മിസ്അബേ, എന്തു പറഞ്ഞാലും നിന്റെ കൂടെ കടന്നു വരാൻ ആളുകൾ ഉണ്ടായിരുന്നു മിസ്അബേ. എന്തിനും നിന്റെ മുമ്പിലേക്ക് സമ്പത്ത് വെക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു മിസ്അബേ. ഇന്ന് നിന്റെ കൂടെ ആരുമില്ലല്ലോ, ആരുമില്ലല്ലോ മിസ്അബേ. അല്ലാഹുവേ, സമ്പത്തില്ല, അധികാരമില്ല, പവറില്ല, അല്ലാഹുവല്ലാത്ത പ്രയാസമല്ലേ എന്ന് ചോദിക്കുമ്പോ, പട്ടിണിയല്ലേ മിസ്അബേ എന്ന് ചോദിക്കുമ്പോ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബിയേ, ദുനിയാവിന്റെ സൗന്ദര്യമല്ല നബിയേ എനിക്ക് വലുത്, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളല്ല നബിയേ എനിക്ക് വലുത്. എനിക്കെന്റെ റസൂലുള്ളാഹിനെ കിട്ടിയല്ലോ, എനിക്കെന്റെ അല്ലാഹുവിനെ കിട്ടിയല്ലോ, എനിക്കെന്റെ മുത്തുനബിയെ സ്നേഹിക്കാൻ കഴിഞ്ഞല്ലോ. ആ പണത്തിനും പവിത്രക്കും ആ പണത്തിനും അധികാരത്തിനും കൂടെ അല്ലാഹുവേ ഞാൻ നിന്നിരുന്നെങ്കിൽ എന്റെ റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് കഴിഞ്ഞിരുന്നോ നബിയേ എന്ന് ചോദിച്ചു പോയി മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, ഇതായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആഡംബരങ്ങളെല്ലാം മാറ്റി.
എല്ലാം അവിടുന്ന് മാറ്റിവെച്ചു. എന്നിട്ട് അവിടുന്ന് ചേർത്ത് വെച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആരെ ചേർത്ത് വെച്ചു? പടച്ച തമ്പുരാൻ അവിടുന്ന് ചേർത്ത് വെച്ചു എന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 1000 രൂപ നമ്മുടെ നാട്ടില് ഒരു പരിപാടിക്ക് വന്നിട്ട് ചോദിക്കാൻ, 1000 രൂപ ഒരു മജ്‌ലിസിൽ ഒരാൾ ചോദിക്കാൻ നമുക്ക് വല്ലാത്തൊരു ആവശ്യമുണ്ട്. ഇന്ന സ്ഥലത്ത് നമ്മുടെ ഒരു മജ്‌ലിസിൽ അല്ലെങ്കിൽ എന്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ ഇത്ര സംഖ്യ വേണമെന്ന് ചോദിച്ചു. നമുക്കും വല്ലാത്ത പ്രയാസത്തിലാണ്, നമുക്കും പ്രയാസമാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ അവർക്ക് കൊടുത്തു. ആരെ മുന്തിച്ചു? തന്റെ ആവശ്യത്തെയാണോ മുന്തിച്ചത്? അതോ അല്ലാഹനെയാണോ മുന്തിച്ചത്? അല്ലാഹനെയല്ലേ. ഇതാണ് ഈമാൻ. ഇതാണ് മോനെ ഈമാൻ എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങനെ നീ മുന്തിച്ചാൽ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലമാണ് ഈ 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലമാണ്. സമ്പത്ത് കയ്യിൽ കൂട്ടി വെച്ചു. ഏതെങ്കിലും മഹാന്റെ ജീവിതത്തിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും? ഒരു മഹാന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയോ? കിട്ടിയ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി ചെലവഴിക്കാത്ത ഒരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയോ? ഒരാളില്ല. ഇതാണ് എന്റെ പ്രിയമുള്ളവരെ ജീവിതം. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവർ, കിട്ടിയ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് അവർ കൊടുക്കും. അല്ലാഹുവിന്റെ ദീൻ അവർ കൊടുക്കും. അവർ ഉന്നത വിജയങ്ങളിലേക്ക് കടന്നു വരും. സമ്പത്ത് കയ്യിൽ വെച്ചിട്ട് ആരെങ്കിലും വിജയിച്ച ചരിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയോ? ദുനിയാവിൽ ആരെങ്കിലും വിജയിച്ച ചരിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയോ? കഴിയൂല എന്റെ പ്രിയമുള്ളവരെ. അവർക്ക് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ പരാജയത്തിന്റെ കയ്പ് നീര് അനുഭവിച്ചവരാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എവിടെയാണ് പടച്ച തമ്പുരാന്റെ ഏറ്റവും വലിയ സഹായം നേടതെന്നറിയോ? പടച്ച റബ്ബേ, ദുനിയാവിൽ വെച്ചിട്ട് മാത്രമല്ല, ദുനിയാവിൽ കുറച്ച് പരീക്ഷണങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നാലും നമുക്ക് പ്രശ്നമില്ല. നമുക്കത് തീരുമല്ലോ. ഈ ദുനിയാവിലെ പരീക്ഷണങ്ങൾ എന്നെന്നും നിലനിൽക്കുന്നതല്ല. നമ്മൾ പറയുന്നത് പോലെ ഒരു കയറ്റമുണ്ടെങ്കിൽ അതിൽ ഇറക്കം കടന്നു വരുമെന്ന് അല്ലാഹുവേ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ എത്ര വലിയ വേദനകളും പ്രയാസങ്ങളും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നാലും പിന്നീട് നമുക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആവേശം പടച്ചു തമ്പുരാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമല്ലോ. എന്നാ നമ്മൾ വിജയിക്കേണ്ട സ്ഥലം എവിടെയാണെന്നറിയോ? എന്നാ നമ്മൾ ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിന്റെ സഹായം ലഭിക്കേണ്ട ഒരു സമയമുണ്ട്. ഇൻ കാന മിനൽ മുഖറബീൻ ഫറൂഹു وريحان وجنة نعيم. നമ്മൾ മുഖറബീങ്ങളായ ആളുകളിൽ പെട്ടുപോകുമോ? പടച്ച റബ്ബേ, അവിടെ ആ ഒരു സമയം നമുക്ക് വരാനുണ്ട്. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്കുള്ള ഒരു അവസ്ഥ നമുക്ക് കടന്നു വരാനുണ്ട്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു പോകുന്ന വേദനിക്കുന്ന ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്. അസ്റായീലിനെ കണ്ടെത്തി മുട്ടുന്ന ഒരവസ്ഥ നമുക്ക് വരാനുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ മൻ കാന ആഖിറു കലാമി ഇൻദ മൗതിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ആ മരണത്തിന്റെ സമയത്ത് നമുക്ക് പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം കേട്ടോ. ആ സമയത്ത് പടച്ച റബ്ബിന്റെ സഹായം നമുക്കില്ലെങ്കിൽ, ആ സമയത്ത് ഏകനായ അല്ലാഹുവിന്റെ സഹായം ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടില്ലെങ്കിൽ എത്ര വഅദ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എത്ര തട്ടമിട്ടിട്ട് കാര്യമുണ്ടോ? എത്ര സ്വതക്ക കൊടുത്തിട്ട് കാര്യമുണ്ടോ? പടച്ച റബ്ബേ, നമ്മൾ പ്രയാസപ്പെട്ട് എന്തൊക്കെ നന്മകൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ സമയത്തിന് വേണ്ടിയിട്ട് പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹ് നിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വിജയിക്കണം അല്ലാഹ്. ഇവിടുന്ന് നമുക്ക് ദുനിയാവിന്ന് ഒരുപാട് അനുഗ്രഹം പഠിച്ചു തുടങ്ങും. പക്ഷേ മരിക്കുന്ന സമയത്ത് നമുക്ക് ആ അനുഗ്രഹം കിട്ടിയിട്ടില്ലെങ്കിൽ
പിന്നെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇതാ ഇവിടുന്ന് എപ്പോഴാണോ അസ്രായിൽ കടന്നു വരുന്നത് അതാ വന്നാ പോയി നമ്മൾ പോയി. നമ്മൾ എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്താണ് പഠിച്ചവനെ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, യൂസുഫ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ കഴിഞ്ഞ ദിവസമാണ് തന്റെ ഉമ്മാന്റെ കൂടെ തന്റെ സഹോദര സഹോദരിമാരോട് കൂടെ അല്ലാഹുവേ ഒരു യാത്ര പോയതാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളുകളൊക്കെ വെക്കേഷൻ ആണല്ലോ, സ്കൂളുകളിലൊക്കെ വെക്കേഷൻ ആണല്ലോ. എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയാണ്, വിരുന്നിന് പോവുകയാണ്. പടച്ചറപ്പേ, ചെറിയ പ്രായമാണ് എന്റെ പ്രിയമുള്ളവരെ, 14 വയസ്സേ പ്രായമുള്ളൂ. ചെറിയൊരു കൊച്ചുകുട്ടിയാണ്. അല്ലാഹുവേ, തന്റെ ഉമ്മയും തന്റെ കൂടെപ്പിറപ്പുകളും എല്ലാവരും ഉണ്ട്. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ആനന്ദത്തിന് വേണ്ടിയിട്ട് പടച്ചവനെ അവിടുന്ന് തന്റെ കൂടെപ്പിറപ്പുകളോടൊപ്പം അല്ലാഹുവേ ഒരു യാത്ര പോയി. അവിടുന്ന് ഒരു വിനോദ യാത്ര നടത്തി. പടച്ചറപ്പേ, പെട്ടെന്നാണത്രേ അവിടെ വെച്ചിട്ട് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞ വാർത്തയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. അല്ലാഹുവേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു അവസ്ഥയൊക്കെ, ഈ ഒരു അസുഖമൊക്കെ ആർക്കാ കടന്നു വരുന്നത്? പ്രായം ചെന്നു പോയ ആളുകൾക്കാ. ഇന്ന് കൊച്ചുകുട്ടികളെന്നോ പ്രായം ചെന്നവരെന്നോ എന്നില്ല, എല്ലാവർക്കും ഇതുപോലത്തെ പ്രയാസങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയാഘാതം മൂലമാണ് ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു പോയത്. യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയ കുടുംബമാണ്. സങ്കടത്തോടെ വേദനയോടെ പടച്ചുറപ്പേ തിരിച്ചു വരികയല്ലേ. എല്ലാവരും ഒന്ന് ഒരുമിച്ചിട്ട് സന്തോഷത്തോട് കൂടെ ആനന്ദിക്കാൻ വേണ്ടി കടന്നുപോയി. എല്ലാവരും ആവേശത്തോടെ കടന്നുപോയി. എന്നാ പടച്ചുറപ്പേ, ഏറെ ദുഃഖത്തോടെയാണ് അവരവിടെ നിന്ന് തിരിച്ചു വരുന്നത്, ഏറെ സങ്കടത്തോടെയാണ് തിരിച്ചു വരുന്നത്. പടച്ചുറപ്പേ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവേ, ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞത്. ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ്, ഏത് ഭാവത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് മരണം കടന്നു വരുന്നതെന്ന് പറയാൻ ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ കൊച്ചു കുട്ടിക്ക് വരെ ഇന്ന് ഹൃദയാഘാതം. നമ്മൾ ഇതുവരെയും കേട്ടിരുന്ന ആർക്കാണ്? പ്രായം ചെന്ന ആളുകൾക്ക് ഈ അസുഖം വന്ന് മരണപ്പെട്ടു, പ്രയാസം മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് ഇത് വരുന്നു. ആലോചിക്കണം നമ്മുടെ കാലത്തിന്റെ പോക്ക്. ഇന്ന് മനുഷ്യന്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു കാലത്ത് എന്തെല്ലാമാണ് പല രീതി അസുഖങ്ങളും മറ്റു കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അവസാന കാലഘട്ടം വരുമ്പോ നമ്മളിങ്ങനെ കാണാത്തതും പലതും നമ്മൾ കാണും. ഇവരൊക്കെ ഈ കൊച്ചു കുട്ടികളൊക്കെ മരിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് കാണും. ഇത് വെറുതെ അങ്ങോട്ട് പടച്ചോൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാത്രല്ല, ഇത് പടച്ചോൻ വെറുതെ നമുക്ക് കാണിച്ചു തരുന്ന മാത്രല്ല, നമ്മളിങ്ങനെ എടുത്തു നോക്കാണ്, മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോ ഈ വാർത്ത കാണുമ്പോ ഹൃദയത്തിലൊന്ന് കൈ വെച്ചിട്ട് മോനെ ചിന്തിക്കണം. എന്തെന്നറിയോ പടച്ചോനെ, അസ്രാഈൽ ചെറിയ മക്കളെയും പിടിക്കുന്നുണ്ട്, എന്റെ റൂഹിനൊക്കെ എപ്പോഴാ പിടിക്കുക എന്നൊന്ന് ചിന്തിക്കണം. മനസ്സിലായോ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു തരുന്നത്. വെറുതെ എന്ന് വിചാരിച്ച നിങ്ങൾ ഇതൊക്കെ വെറുതെയാണെന്ന് വിചാരിച്ച ഒരുപാട് പഠിക്കാറുണ്ട് ഇതിനകത്തൊക്കെ. അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാ പറഞ്ഞത് ഏത് സമയത്താണ് മരണം വരിക എന്ന് പറയാൻ പറ്റൂല. ആ സമയത്ത്, മരിക്കുന്ന സമയത്ത് അസ്രാഈലിനെ കണ്ടുമുട്ടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലോ, ആ സമയത്ത് നമുക്ക് ഈമാൻ ലഭിച്ചില്ലെങ്കിലോ, ഈ ദുനിയാവിന്റെ തുടിപ്പുകൾ നമുക്ക് എത്ര വലിയ ആനന്ദം കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ആവേശം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരുപാട് പണവും സൗഭാഗ്യങ്ങളും എല്ലാം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവേ, നമുക്ക് പറയാം, ദുനിയാവിന്റെ തുടിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ ബഹുമാനിച്ചിരുന്നു, ഒരുപാട് ആളുകൾ ആദരിച്ചിരുന്നു, ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയുമല്ലോ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരം ലഭിക്കാനാ? എന്ത് ഉപകാരം നമുക്ക് ലഭിക്കാനാ? മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയണം എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഹറാമിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ, കള്ളു കുടിക്കുന്നവർ, ഉമ്മാനെ വാപ്പാനെ ചീത്ത വിളിക്കുന്ന മക്കൾക്ക് എന്റെ പ്രിയമുള്ളവരെ അതിന് കഴിയുമോ? ഹറാമ് തിന്നുന്നവർ, തീറ്റിക്കുന്നവർ, തിന്നാൻ കൊടുക്കുന്നവർക്ക് കഴിയുമോ? അല്ലാഹുവേ, ഓരോ ഉമ്മമാരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം എന്റെ പ്രിയമുള്ളവരെ. ഉമ്മമാരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, വാപ്പമാരെ സ്നേഹിക്കാൻ കഴിയണം. അല്ലാഹുവേ, പടച്ചവനെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് ഉമ്മമാര് വൃദ്ധസദനത്തിന്റെ ഉള്ളറയില. കണ്ടുക്കണോ നിങ്ങൾ? ഒരുപാട് ഉമ്മമാര് വൃദ്ധസദനത്തിലാണ്. അവരിങ്ങനെ 10 മാസം നിങ്ങളെ വയറ്റിനകത്ത് ചുമന്നിട്ട്, നമ്മളിങ്ങനെ 10 മാസം വയറ്റിനകത്ത് ചുമന്നിട്ട് അവരിങ്ങനെ കൊണ്ടു നടക്കുമ്പോ, അവര് വേദന സഹിച്ചിട്ട്, മരണതുല്യമായ വേദന സഹിച്ചിട്ട് അവര് പ്രസവിക്കുമ്പോ ഓരോ വാപ്പയും ഉമ്മയും ചിന്തിക്കുന്ന എന്തറിയോ നിങ്ങള്? നാളെ പടച്ചുറപ്പേ ഞാനൊന്ന് വേദനിക്കുമ്പോ എന്റെ കാലൊന്ന് കഴുകാൻ, എന്റെ കാലൊന്ന് തലോടാൻ, എന്റെ കൈയിനൊരു കടച്ചിൽ വരുമ്പോ എന്റെ കൈയും ഒന്ന് പിടിക്കാൻ എന്റെ മക്കളുണ്ടാവുന്ന വിചാരിക്കുന്നത്. ചെറുപ്പത്തില് നമ്മുടെ വാപ്പയും ഉമ്മയും എത്ര സ്നേഹം നമുക്ക് തന്നിട്ടുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോ നമ്മളിങ്ങനെ കുളിപ്പിച്ചു തരും വാപ്പയും നമ്മളെ കഴുകി തരും, കാഷ്ടം മൂത്രം കോരിത്തരും. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോ ഒരു മനസ്സിനകത്തൊരു ചിന്തണ്ട്, നാളെ ഞാനും കിടക്കുമ്പോ എനിക്കൊരു തണലാണ് എന്റെ ഈ പൊന്നുമോൻ. മനസ്സിലായോ? എനിക്കൊരു തണലാണ് എന്റെ ഈ പൊന്നുമോൻ, എനിക്കൊരു തണലാണ് എന്റെ ഈ പൊന്നുമോൾ എന്ന് ഓരോ ഹൃദയങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ഹൃദയങ്ങൾ അവർ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ആ മക്കൾക്ക് അവർക്ക് പണം വന്നപ്പോ, അധികാരം വന്നപ്പോ, സൗന്ദര്യമുള്ള ഭാര്യയെ കിട്ടിയപ്പോ, നല്ല വീടും വാഹനമൊക്കെ കിട്ടിയപ്പോ ഇന്ന് അവർ വൃദ്ധസദനത്തിന്റെ ഉള്ളിലേക്ക് തള്ളിയിരിക്കുക. ഉമ്മ, ഇന്ന് നിങ്ങൾ ഇവിടെയാ കഴിയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇന്ന് പല സ്ഥലങ്ങളിൽ പല വീടിന്റെയും അവസ്ഥ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നല്ല മനസ്സ് അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാം അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹുവേ പഠിച്ചവനെ, ഇതാണ് നമ്മുടെ കാലം. എന്റെ പ്രിയമുള്ളവരെ, എവിടുന്നാണ് സ്വർഗം കിട്ടുക? ആ ഉമ്മാടെ കണ്ണുനീര് നിന്റെ ഹൃദയത്തിൽ വന്ന മോളെ, എനിക്ക് എവിടുന്ന് സ്വർഗം കിട്ടുമോ നിനക്ക്? ഇന്ന് നിന്റെ ഉമ്മാനെ നീ വൃദ്ധസദനത്തിൽ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട്, നിന്റെ മക്കളുടെ വാക്ക് കേട്ട് നീ നിന്റെ ഉമ്മാനെ തള്ളി പറഞ്ഞിട്ട് നീ അടിച്ചാൽ, നീ ഉമ്മാനെ വൃദ്ധസദനത്തിന്റെ ഉള്ളറയിൽ കൊണ്ടുപോയിട്ടാൽ, നാളെ നിന്റെ മക്കളും അതുപോലെ നിനക്ക് ചെയ്തിട്ട് നീ ദുനിയാവെന്ന് വിട പറയും. അറിയോ? ദുനിയാവെന്ന് അല്ലാഹു തആല ശിക്ഷ എനിക്കും നിങ്ങൾക്കും തരും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഈ മജ്‌ലിസിലെ ഒരു പ്രിയപ്പെട്ട സഹോദരി എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ട്, ഉസ്താദേ, എനിക്ക് അസുഖങ്ങളില്ലാതിരിക്കാൻ ദുആ ചെയ്യണം, എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം ഉസ്താദേ. പടച്ചറബ്ബേ, അവസാനം അവർ പറഞ്ഞ എന്തറിയോ? ഞാനൊന്ന് അസുഖത്തിൽ പെട്ടാൽ എന്റെ ഉമ്മാനെയും വാപ്പാനെയും വേണ്ട രൂപത്തിൽ എനിക്ക് നോക്കാൻ കഴിയില്ലല്ലോ. സങ്കടപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് ആ ഒരു വാക്ക് കേട്ടപ്പോൾ വല്ലാതെ ഞാൻ വേദനിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല ഖൈറ സഹോദരിക്കും ആ ഉമ്മാക്കും ഉപ്പാക്കും അല്ലാഹു തആല കൊടുക്കട്ടെ. വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. വിവാഹപ്രായം എത്തിയിട്ടുണ്ട്. അനുയോജ്യമായ ഉദ്ദേശിച്ച നല്ല രീതിയിലൊരു വരനെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് കാണിച്ചു കൊടുക്കട്ടെ. അല്ലാഹു തആല റാഹത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ മനസ്സിൽ ഉമ്മാനെയും ബാപ്പാനെയും ഉസ്താദന്മാരെയൊക്കെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളാണ് എന്റെ പ്രിയമുള്ളവരെ ഈ പുണ്യമായ ക്ലാസ് കേൾക്കുന്നത് എന്ന് എനിക്കറിയാം. അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകട്ടെ. ഒരുപാട് ദുആകളിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുക്കുമ്പോൾ അങ്ങനെയാണ്, ഇൽമിങ്ങനെ കുറേയൊക്കെ മനസ്സിനകത്ത് ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെ നീണ്ടുപോകും. തയ്യാറെടുക്കാൻ ചിലപ്പോൾ സമയം എല്ലാവർക്കും. പക്ഷേ ഓരോ സമയങ്ങളിലും എൻ്റെ പ്രിയമുള്ളവരെ ഓരോരുത്തരുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈ ബന്ധം അല്ലാഹു തആല നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, ഒന്ന് മരിക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയും. ഇല്ലെങ്കിൽ അവസ്ഥ അല്ലേ? അല്ലാഹു തആല നൽകട്ടെ. അല്ലാഹു തആല നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്നാൽ അതാ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ രണ്ടാമതായിട്ട് അല്ലാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹം, അല്ലാഹുവേ, ആ മരിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണലാണ്.
അല്ലാഹുവേ ആ മുത്തുനബി ഇങ്ങനെ മരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വന്നാൽ അവസ്ഥ ആലോചിച്ച് നോക്കി അല്ലാഹ്. പിന്നെ ജിബ്രീൽ അസ്രായിൽ ഏത് കോലത്തിൽ വന്നാലും പിന്നെന്താ? അസ്രായിൽ പിന്നെ ഏത് കോലത്തിൽ വന്നാൽ എന്താ? അസ്രായിലിന്റെ പല്ല് കണ്ടാ പേടിക്കും, കണ്ണ് കണ്ടാ പേടിക്കും, ചെവി കണ്ടാ പേടിക്കും. അസ്രായിലിന്റെ റൂഹ് പിടിക്കുന്നത് കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും. എന്ത് പേടിയാ? പിന്നെ എവിടെ വേദന? റസൂലുള്ളാഹിന്റെ ആ പൂമുഖം നമ്മൾ ഇങ്ങനെ കണ്ടാൽ, ആ റസൂലുള്ളാഹിന്റെ സുന്ദരമായ പൂമുഖം നമ്മളെ കണ്ണുകൊണ്ട് മരിക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ പഠിച്ചവനെ, പിന്നെ എന്താണ് നമുക്കുള്ള പ്രയാസം, നമുക്കുള്ള വേദന എന്താണ്? പിന്നെ എവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്, നമ്മൾ ഭയപ്പെടേണ്ടത്? അതല്ലേ നമുക്ക് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഖൈർ. രണ്ട് ഖൈറാണ് എന്റെ പ്രിയമുള്ളവരെ. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സങ്കടങ്ങളും വേദനകളും ഇതൊക്കെ പറഞ്ഞല്ലോ, അതിനേക്കാളും രണ്ട് ഖൈറാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക, റസൂലുള്ളാഹിനെ കാണുക. ഇതിന്റെ അപ്പുറം വേറെന്താ? ഇതിന്റെ അപ്പുറം വേറെന്താ? ദ്വാരുന്നോളി, പടച്ചവനോട് സ്വലാത്ത് ചൊല്ലിട്ട് ദ്വാരുന്നോളി. അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. പ്രശ്നം നമ്മള് 2 മണിക്ക് 3 സ്വലാത്തിൽ എന്ന് അറിയുമ്പോൾ മാത്രം സ്വലാത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ, അല്ലെ? പിന്നെ ഇവിടുന്ന് റസൂലുള്ളാഹി വരിക, പിന്നെ ഇവിടുന്ന് റസൂലുള്ളാഹി വരുമോ? ഒരു 3 സ്വലാത്തിൽ എന്ന് അറിയുമ്പോൾ പഠിച്ചവനെ സ്വലാത്ത് എല്ലാം പറഞ്ഞല്ലോ, സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് നമ്മൾ ചൊല്ലും. അതാണ് നമ്മുടെ അവസ്ഥ, അല്ലെ? നമ്മള് ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്ക് വേണം. അതില്ലെങ്കിൽ മനസ്സിലാക്കുക ഹബീബിനോട് നമുക്ക് സ്നേഹമില്ലാന്ന് എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ഒരാളെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓന്റെ വാക്ക് നമ്മളിങ്ങനെ കേൾക്കും, ഓന്റെ ഫോട്ടോ കാണും, ഓനെ നമ്മളൊക്കെ ഓനെങ്ങനെ ചിലപ്പോ പ്രൊഫൈൽ വരെ ആക്കി വെച്ചിട്ടുണ്ടാവും. മദീന കാണാനും ആ റസൂലുള്ളാഹിനോട് സ്നേഹം നിനക്കുണ്ടെങ്കിൽ നിന്റെ വാക്കിൽ ആ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കാനും ആ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള വാക്കുകൾ നബി അങ്ങനെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനസ്സിലായി അല്ലാഹുവേ പ്രശ്നനെ നമ്മൾ ഈ കാലഘട്ടം എവിടുക്കാ പോകണമെന്ന് അറിയാൻ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു എന്റെ പ്രിയമുള്ളവരെ, ഇന്നൊരു വാർത്ത കണ്ടു. തിരുവനന്തപുരം ജില്ലയില് എന്റെ പ്രിയമുള്ളവരെ ഒരു സംഘം, ലഹരി സംഘം, ആ ലഹരി അടിച്ച് ഉപദ്രവങ്ങളും കാര്യങ്ങളും കാട്ടിയപ്പോൾ പോലീസ് വിവരം അറിയിച്ചു. ആ മനുഷ്യനെ ഇന്ന് വെട്ടി പരിക്കേൽപ്പിച്ചു ഒരുപാട് ചെറുപ്പക്കാർ. ഏറ്റവും വലിയ സങ്കടം തരങ്ങൾക്ക് ആ ഒരു സംഭവത്തിനകത്ത് മുസ്ലിം ചെറുപ്പക്കാരാണ് പ്രതികൾ. മദ്യപിച്ചുകൊണ്ട് കടന്നു വന്ന് അക്രമം കാണിക്കുമ്പോൾ പോലീസിനോട് റിപ്പോർട്ട് ചെയ്ത മനുഷ്യനെ വെട്ടി പരിക്കേൽപ്പിച്ചു. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടു. എന്റെ പ്രിയമുള്ളവരെ, ഇതിന്റെ മുമ്പിലുള്ള ആളുകൾ, ഇതിന്റെ പ്രതികൾ, ഇതിന്റെ കാര്യങ്ങളിൽ ഉള്ളത് എന്റെ പ്രിയമുള്ളവരെ മുസ്ലിം നാമധാരികളാണെന്ന് അറിയുമ്പോഴാണ് എന്റെ പ്രിയമുള്ളവരെ വിഷമം. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഓരോ വാപ്പയും ഉമ്മയും ചെറുപ്പം മുതൽക്ക് റസൂലുള്ളാഹിനെ കുറിച്ച് എന്റെ കുട്ടിന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് ചിന്തിച്ചിട്ടില്ല. അള്ളാഹിനെ കുറിച്ചിട്ടുള്ള ബോധം എന്റെ പ്രിയമുള്ളവരെ കൊടുത്തിട്ടില്ല. ഇന്ന് ലഹരിയെ കുറിച്ച് പറയുമ്പോ, അനാവശ്യങ്ങളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ പല ആളുകളും പറയുന്നവനെ പച്ചകുത്തുകയും അവനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് നന്മ പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവർ അതങ്ങട്ട് ഏൽക്കൂല. എങ്കിൽ തിന്മയാണെങ്കിൽ അതിനെ ഏറ്റുപിടിക്കാനും 100 ആളുകളാ കൂടെയുള്ളത്. കൂടുതലായിട്ടും മദ്യപാനവും അതേപോലെ കൊലകളും മറ്റുമൊക്കെ കുട്ടികളുടെ ഹൃദയത്തിൽ, ക്രിമിനൽ മൈൻഡ് കുട്ടികളുടെ ഹൃദയത്തിൽ വരുന്ന സിനിമകളിൽ നിന്നാണ്. ഒരുപാട് ഗുണപാടുണ്ട്, ഒരുപാട് നന്മയുണ്ട് എന്നൊക്കെ പറയും ചില ആളുകൾ. എവിടെയാണ് നന്മ? എവിടെയാണ് നന്മ? മദ്യപിക്കാത്ത, പ്രേമങ്ങളില്ലാത്ത ഒരു സിനിമ നിങ്ങൾക്ക് കാണാൻ കഴിയും? അപൂർവങ്ങളാണ് എന്റെ പ്രിയമുള്ളവർ. അതിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ, ഒരു കുട്ടിയുടെ മൈൻഡ് ഒരു ക്രിമിനൽ മൈൻഡിലേക്ക് കടന്നു പോകാനുള്ള ഒരു കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ മൈൻഡ് ഒരു ക്രിമിനൽ ചിന്തകളിലേക്ക് കടന്നു പോകാൻ ഇതുപോലുള്ള സീനുകൾ കാണുന്നു. അതിനകത്ത് ചിലപ്പോൾ ലാസ്റ്റ് ആ ക്രിമിനൽ മൈൻഡ് കാണിക്കുന്ന ആളുകൾക്ക് വല്ല അപകടങ്ങളും ദുരന്തങ്ങളും പക്ഷേ അതിന്റെ മുമ്പേ ആ ഒരു മൈൻഡ് മാത്രമാണ് ആ ഷോ കാണിക്കുന്ന. ടീച്ചറിനെ തല്ലുന്ന, വാപ്പാനെ തല്ലുന്ന, ഉമ്മാനെ തല്ലുന്ന, അവിടെ കൂട്ടുകാർക്കിടയിൽ അടിയുണ്ടാക്കുന്ന, ക്യാമ്പസുകളിൽ വില്ലനായി നടക്കുന്ന ഈ ഒരു റോള് ആ കുട്ടിയുടെ മനസ്സിനകത്തേക്കാണ് പതിയാണ്. ആ കുട്ടി പിന്നെ ഭാവിയിൽ വലുതായി കഴിഞ്ഞാൽ ആ ഒരു ആക്ഷൻ ഹീറോ, ആ ഒരു ഹീറോ, ആ ഒരു വില്ലൻ ആയിട്ട് ആ കുട്ടിയുടെ മൈൻഡിൽ ഇങ്ങനെ ആ കുട്ടി ഇമാജിൻ ചെയ്യും. പിന്നെ സ്കൂളിന്റെ അവിടെ ഒരു തുണക്കാരൻ എന്തെങ്കിലും ചെയ്യുമ്പോ, ആ തുണക്കാരൻ എന്തെങ്കിലും പറയുമ്പോ അവൻ അതുപോലെ അടിക്കാനും ഇടിക്കാനും വേണ്ടിയിട്ട് മനസ്സെന്ത് ചെയ്യണം? കുട്ടിയുടെ വരികയാണ്.
നിങ്ങൾക്ക് എല്ലാത്തിന്റെയും നാശം സിനിമകളിൽ നിന്നാണ്. എന്താ അതിന് ഇല്ലാത്തത്? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്തെങ്കിലും ഒരു നന്മ എന്റെ പ്രിയമുള്ളവരെന്ന് കാണാൻ കഴിയോ? ഒരു നന്മ അല്ലാഹു തആല നല്ല മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. അല്ലാഹു തആല നല്ല മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ വാർത്ത കേട്ടപ്പോൾ എന്റെ പ്രിയമുള്ളവരെ വല്ലാതെ അവിടുന്ന് വേദനിച്ചു പോയി. ഇതിന്റെ പ്രതികളും ഇതിന്റെ ആളുകളും മുസ്ലിമീങ്ങൾ എന്താ ചെയ്തത്? ലഹരി സംഘത്തെ അവിടുന്ന് പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു. അതാണ് കാരണം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. എന്ത് ചെയ്താലും കൊല ചെയ്താലും എന്ത് ചെയ്താലും ഇന്ന് നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശിക്ഷ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. അത് അല്ലെങ്കിൽ എങ്ങനെ കൊലങ്ങനെ അധികരിക്കുന്നത്? വന്നിട്ട് തട്ടിയിട്ട് പോവുക, പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ അവർ ജയിലിൽ നിന്ന് ഇറങ്ങുക, അവർ സുഖമായിട്ട് ജീവിക്കാം അല്ലെ? പിന്നെയും അവർ തെറ്റ് ചെയ്യാം. ഇന്ന് പ്രശ്നങ്ങളില്ല, പണമുണ്ടോ, നിയമവും എല്ലാം ഇന്ന് അവന്റെ കൂടെയായിട്ട് മാറുക. മനസ്സിലായ നിങ്ങൾക്ക്? ഇന്ന് ഇതാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, മുന്നോട്ടുള്ള പോക്ക്. സത്യം പറഞ്ഞാൽ അധികാരികളൊക്കെ ഒന്ന് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവർ, ഈ രാജ്യം, ഈ ഒരു സമൂഹം നശിച്ചു പോകും. അല്ലെങ്കിൽ ഈ അധികാരികൾ കണ്ടു തുറക്കുന്ന കൊണ്ട് കാര്യമില്ല. നമ്മൾ സ്വയം ശ്രദ്ധിക്കാം. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ പേടിക്കേണ്ടത് പേടിച്ചിട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തതിനെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാനും എന്റെ നിങ്ങളുടെ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചാൽ ഈ സമൂഹം നമുക്ക് രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടും. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലെ നമ്മുടെ മക്കളെ കൊണ്ട് തന്നെ ജീവിച്ചു നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നാളെ നമ്മുടെ കഴുത്തിൽ കത്തി വെക്കുമ്പോ രാത്രി 12 മണിക്കും 1 മണിക്കും നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ കഴുത്തിനകത്ത് കത്തി വെച്ചിട്ടിരിക്കുന്ന നമ്മുടെ മക്കളായിരിക്കും. മനസ്സിലാക്കോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്തില്ല ഗെയിം കളിക്കാൻ. ഉമ്മാന്റെ കഴുത്തിനകത്ത് പിച്ചാത്തി എടുത്തിട്ട് കീറി മുറിച്ചു. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറിയ പൊന്നുമോൻ 14 വയസ്സുകാരൻ. എന്തേ കാരണം? ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാ? ഇങ്ങനെ കണ്ട് ചെയ്താൽ അങ്ങനെ ആകും എന്ന് കിട്ടുന്നത് എവിടുന്നാ? മനസ്സിലായോ? ഈ ഗെയിമുകള്, സിനിമകൾ, ഇന്നൊക്കെ ഇതുപോലെ ഒരുപാട് കുട്ടികളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡും മറ്റും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഓരോ സംവിധാനങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഇന്നിങ്ങനെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ നഷ്ടപ്പെടും. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ആയുസ്സും നമ്മുടെ ഭാവി നഷ്ടപ്പെടും. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ പരാതി പറയേണ്ടി വരും. നമുക്കെതിരെ നമ്മുടെ മക്കൾ അള്ളാന്റെ മുമ്പിൽ പരാതി പറയും. വിട്ടുപോകും നമ്മൾ അവിടെ. നമ്മുടെ മക്കൾ പറയും, പടച്ചോനെ എന്നെ ഒരുപാട് തെറ്റുകളിലേക്ക് പോയിട്ട് തിരുത്താതെ എന്റെ മക്കളെ പറയാം, എന്റെ മക്കളെ എല്ലാം കൊടുത്തിട്ട് സ്നേഹിച്ചിട്ട് വളർത്തി. ഇതൊക്കെ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും അറിയായിരുന്നു. ഒരു തിരുത്തി തന്നില്ല. നമ്മളെന്താ പറയാ? ചില മക്കളൊക്കെ വലിയ കുട്ടികളായാലും ഉസ്താദ് ഇനിയിപ്പോ എന്താ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ഉത്തരവാദിത്വം രക്ഷിതാക്കളാണോ? എനിക്കും നിങ്ങൾക്ക്. അല്ലാഹു തആല അമാനത്തായിട്ട് നമുക്ക് തന്ന മുതലാണ് നമ്മുടെ മക്കള്. മനസ്സിലാക്കണം. അമാനത്തായിട്ട് നമുക്ക് തന്ന മുതലാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ എവിടെ പോണോ, എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെയെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട നമ്മളെ കടമയാണ്. ഹൃദയത്തിനകത്ത് ഒന്നുമില്ലാതെ സുന്ദരമായിട്ട് അല്ലാഹു തആല തന്നു. ഒരാളുടെ വെറുപ്പില്ല, ഒരാളുടെ കറകളില്ല, പാപങ്ങളില്ല, ഒന്നുമില്ലാതെ അല്ലാഹു തആല നിന്റെ മുമ്പിലേക്ക് അല്ലാഹു തആല തന്നു. പിന്നീട് അതിനെ പല രൂപങ്ങളിലേക്ക് ആക്കുക എന്നത് നീയാണ്. നന്മയുള്ളവനാക്കുന്നതും തിന്മയുള്ളവനാക്കുന്നതും രക്ഷിതാക്കളാണ്. മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഉണ്ടാകും നമ്മുടെ മക്കൾ. നമ്മളിങ്ങനെ 24 മണിക്കൂറും ഇരുന്നിട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് സിനിമയും സീരിയലും ഒക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ 2 മക്കളും വലത്തും ഇടത്തും ഉണ്ടാകും. അവരും കാണാം. വലുതായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഹൃദയം പിന്നെ അങ്ങനെയാണ്. അതിൽ കാണുന്ന പാട്ടും അതിലും കാണുന്ന കൂത്തുമൊക്കെ നമ്മുടെ മക്കളുടെ മനസ്സിനകത്തും ഉണ്ടാകും. നമ്മൾ അതൊന്നും കാണിക്കാതെ നല്ലത് മാത്രം കാണിച്ചു കൊടുത്തിട്ടാണ് നടക്കുന്നതെങ്കിൽ നിന്റെ മക്കളും നിന്നെ നാളെ നിനക്ക് നാളെ ഉപകരിക്കും. അല്ലെങ്കിൽ ദുനിയാവുന്ന ആഖിറത്തിനും നിന്റെ മക്കൾ നാളെ ഉപകരിക്കൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. പ്രിയമുള്ളവർ, ഇൻഷാ അല്ലാഹ്